നമസ്കാരം. തെരഞ്ഞെടുപ്പ് രംഗത്തെ വാർത്തകളും വിശേഷങ്ങളുമായി വോട്ടുകാര്യത്തിലേക്ക് സ്വാഗതം. എന്ത് വില കൊടുത്തും ഇന്ത്യ സഖ്യത്തെ അധികാരത്തിലെത്തിക്കാൻ പരമാവധി വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങുകയാണ് കോൺഗ്രസ്. BJP തനിച്ച് കൂടുതൽ സീറ്റുകൾ ലക്ഷ്യമിടുമ്പോൾ മുന്നണിയുടെ ജയസാധ്യതയ്ക്കാണ് കോൺഗ്രസ് പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ടാണ് പാർട്ടിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. പ്രാദേശിക കക്ഷികൾക്ക് സ്വാധീനമുള്ള സീറ്റുകൾ അവർക്ക് വിട്ടുകൊടുക്കുന്ന തന്ത്രം സ്വീകരിച്ചത് സീറ്റ് എണ്ണം കൂട്ടുക എന്ന ലക്ഷ്യം വെച്ചാണ്. പാനൂരിലെ ബോംബ് തന്നെയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ കത്തിപ്പടരുന്നത്. മുഖ്യമന്ത്രിയുടെയും MV ഗോവിന്ദൻ്റെയും പ്രസ്താവനകൾ വിഷയത്തെ പുതിയ തലത്തിൽ ചർച്ചയാക്കുകയാണ്. വോട്ടുകാരും ദേശീയ രാഷ്ട്രീയത്തിലേക്കാണ് ആദ്യം. ദില്ലി ചലോ. ആരോമലാണ് വിശകലനങ്ങളുമായി ദില്ലി ചലോയിൽ ചേരുന്നത്. ആരോമൽ, ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുക, അങ്ങനെ ഇന്ത്യ മുന്നണിയെ അധികാരത്തിലെത്തിക്കുക എന്ന ഒരു ലക്ഷ്യമാണോ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്? കാരണം കോൺഗ്രസ് പരമാവധി വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങുകയാണ്. ഇതുവരെ പ്രഖ്യാപിച്ചതിൽ 244 സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾക്ക്, പ്രാദേശിക കക്ഷികൾക്കെല്ലാം ശക്തിയുള്ള സ്ഥലങ്ങളിൽ അവർക്ക് തന്നെ ആ സീറ്റ് വിട്ടു നൽകുക എന്ന രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശമാണ് പലയിടത്തും പ്രാവർത്തികമാകുന്നത്. ഇനിയുള്ള സീറ്റുകളിൽ കൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കൂടിയാൽ 300 സീറ്റുകളിൽ മാത്രമായിരിക്കും കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുക. കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ തന്നെ എണ്ണത്തിൽ ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ. ഇത് ഇന്ത്യ സഖ്യത്തെ അധികാരത്തിലെത്തിക്കുക എന്ന കോൺഗ്രസിൻ്റെ ലക്ഷ്യം ഈ ദൗത്യത്തിലൂടെ എത്രത്തോളം പ്രാവർത്തികമാകാനാണ് സാധ്യത? അത് എനിക്ക് തോന്നുന്നു കോൺഗ്രസിൻ്റെ ഒരു സ്ട്രാറ്റജി തന്നെയായിരിക്കും. കാരണം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ 2014 നോക്കുകയാണെങ്കിലും 2019 നോക്കുകയാണെങ്കിലും കോൺഗ്രസ് ഏകദേശം 450 മുകളിൽ സീറ്റുകൾ മത്സരിച്ചിട്ടുണ്ട്. എന്നാലും പല സ്ഥലങ്ങളിലും സഖ്യകക്ഷികളുണ്ടായിരുന്നു. അവരുമായി ഒരു നീക്കുപോക്ക് ബാക്കി ഒരു 100ഓളം വരുന്ന സീറ്റുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അതല്ല സ്ഥിതി. ഇത്തവണ ഏകദേശം 250 സീറ്റുകളിൽ സഖ്യകക്ഷികളുമായി ചേർന്നു എന്നാണ് കോൺഗ്രസ്, അല്ലെങ്കിൽ വിട്ടുവീഴ്ച നടത്തിയാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. മറ്റ് 300 സീറ്റുകളിൽ കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. 300 നമുക്ക് ഉറപ്പാക്കാൻ സാധിച്ചിട്ടില്ല. 300 സീറ്റുകളിലെങ്കിലും ഇത്തവണ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അല്ലെങ്കിൽ 250-നും 260-നും ഇടയിൽ സീറ്റുകളായിരിക്കും ഇത്തവണ കോൺഗ്രസ് മത്സരിച്ച് കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. കാരണം കോൺഗ്രസിൻ്റെ അടുത്തിടെ ഒരു സർവേ നടത്തിയിരുന്നു. കോൺഗ്രസിന് ഏറ്റവും ജയസാധ്യതയുള്ള ഇന്ത്യയിലെ മണ്ഡലങ്ങൾ, അതിൽ ഈ കോൺഗ്രസിൻ്റെ ഒരു കമ്മിറ്റി കണ്ടെത്തിയത് 256 സീറ്റാണ് കോൺഗ്രസിന്, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും കൂടുതൽ വിജയസാധ്യത കോൺഗ്രസ്, അതായത് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചാൽ ഏറ്റവും കൂടുതൽ വിജയസാധ്യത 256 മണ്ഡലങ്ങൾ എന്നതാണ്. അതുകൊണ്ടായിരിക്കും ഇത്തവണ ദേശീയ നേതൃത്വം, ACC നേതൃത്വമൊക്കെ തീരുമാനമെടുത്തത് എന്തായാലും ആ ഒരു 256 മുതൽ ഒരു 300 ആ ഒരു ജയസാധ്യത ഏറ്റവും കൂടുതലുള്ള മണ്ഡലങ്ങളിൽ മാത്രം കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുക, ബാക്കി മണ്ഡലങ്ങളിൽ സഖ്യത്തിലുള്ള സഖ്യകക്ഷികളുമായിട്ട് മത്സരിക്കുക, അല്ലെങ്കിൽ അവരുടെ ചിഹ്നത്തിൽ ഒരു സപ്പോർട്ട് കൊടുത്ത് നിൽക്കുക എന്നൊരു സ്ട്രാറ്റജിയിലേക്ക് കോൺഗ്രസ് എത്തിയത്. കാരണം വിജയമാണല്ലോ പ്രധാനം. കാരണം 10 വർഷമായിട്ട് അധികാരത്തിന് പുറത്താണ് ഇവരെല്ലാം നിൽക്കുന്നത്. അവിടെ BJP എന്നാൽ ഒരു മഹാമേരു നിൽക്കുമ്പോൾ ഇത്തവണ എന്ത് വില കൊടുത്തും പ്രാദേശിക കക്ഷികൾക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ച നൽകിയും BJP അധികാരത്തിൽ നിന്ന് മാറ്റുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് എന്തായാലും കോൺഗ്രസ് മുന്നേറുന്നത്. രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും എല്ലാം ഒരു നിർദ്ദേശവും ഒരു ഒപ്പീനിയനും എല്ലാം അതിൽ വന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കേവലം 3 അല്ലെങ്കിൽ 4 സ്റ്റേറ്റുകളിൽ മാത്രമാണ് BJPയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് മധ്യപ്രദേശും രാജസ്ഥാനും ഗുജറാത്തുമാണ്. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ശക്തരായിട്ടുള്ള സഖ്യകക്ഷികൾ കോൺഗ്രസിനും BJPക്കുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ 3 സംസ്ഥാനങ്ങൾ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും കോൺഗ്രസിൻ്റെ ശക്തി തുലവും കുറവാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും സഖ്യകക്ഷികൾക്ക് മാക്സിമം സീറ്റ് എണ്ണം അവിടെ കൊടുക്കുന്നത്. നമുക്ക് UP തന്നെ ഒരു ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ UPയിൽ കോൺഗ്രസിനേക്കാൾ ശക്തരായിരുന്നില്ല ഒരു ഘട്ടത്തിൽ SPയും BSPയും എല്ലാം. എന്നാൽ ഇത്തവണ BSP അപ്രസക്തമാണ്. എങ്കിലും SPക്കാണ് കോൺഗ്രസിനേക്കാൾ ഇപ്പോൾ അവിടെ ശക്തി ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ടായിരിക്കും SPക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് അവിടെ വിട്ടുവീഴ്ച നൽകി കോൺഗ്രസ് കൊടുത്തത്. SP എന്ത് നൽകുന്നു, അല്ലെങ്കിൽ വിജയസാധ്യതയുള്ള ഒരു 5-6 മണ്ഡലങ്ങളിൽ മാത്രം കോൺഗ്രസ് നിന്ന് മത്സരിക്കുന്നതും അതുകൊണ്ട് തന്നെയായിരിക്കും ഉത്തർപ്രദേശിൽ. അതുകൊണ്ട് പിന്നീട് വെസ്റ്റ് ബംഗാൾ നോക്കുകയാണെങ്കിൽ അവിടെ CPM-ആയിട്ട് ചേർന്ന് എന്നാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. തൃണമൂൽ അവിടെ വെവ്വേറെയായിട്ട് മത്സരിക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണിയിൽ പല
പല മീറ്റിങ്ങുകളിലും തൃണമൂൽ വന്നിട്ടുണ്ടെങ്കിലും പശ്ചിമ ബംഗാളിൽ കാര്യങ്ങൾ അങ്ങനെയല്ല. CPM-ഉം കോൺഗ്രസും ഒരുമിച്ച് മത്സരിക്കുമ്പോൾ തൃണമൂലാണ് അവിടെ പ്രധാന എതിരാളിയായി നിൽക്കുന്നത്. അവിടെ CPM-നാണ് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ സീറ്റ് വിട്ടുകൊടുക്കുന്നത്. അവിടെ 22ഓളം സീറ്റുകളിൽ CPM മത്സരിക്കുമ്പോൾ ബാക്കി സീറ്റുകളിലാണ് കോൺഗ്രസും മറ്റ് ചില ഇടതുപക്ഷ പാർട്ടികളും മത്സരിക്കുന്നത്. അങ്ങനെ പല സംസ്ഥാനങ്ങളിലും വിട്ടുവീഴ്ച മാക്സിമം ചെയ്താണ് കോൺഗ്രസ് മുന്നേറുന്നത്. നമുക്ക് മഹാരാഷ്ട്ര കാര്യം നോക്കുകയാണെങ്കിലും അവിടെ NCPക്കും ശിവസേനയ്ക്കും പിന്നിലായിരിക്കും ചിലപ്പോൾ കോൺഗ്രസ് അവിടുത്തെ സീറ്റെണ്ണത്തിൽ വരാൻ പോകുന്നത്. അങ്ങനത്തെ ചില കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും. അങ്ങനെ മാക്സിമം കോംപ്രമൈസ് ചെയ്താണ് ഇത്തവണ കോൺഗ്രസ് നിൽക്കുന്നത്. എന്ത് വില കൊടുത്തും BJP അല്ലെങ്കിൽ NDA മുന്നണി അധികാരത്തിൽ നിന്ന് മാറ്റുക, പ്രാദേശിക കക്ഷികൾക്ക് മാക്സിമം താഴ്ന്നു നിന്ന് കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് ഒരു അതിശയോക്തി വേണമെങ്കിൽ പറയാൻ സാധിക്കുന്നത്, വേണമെങ്കിൽ കോൺഗ്രസ് ആയിരിക്കും അഥവാ ഇന്ത്യ മുന്നണി അധികാരത്തിൽ അല്ലെങ്കിൽ ഒരു കേവല ഭൂരിപക്ഷത്തിന് അടുത്തെത്തിയെന്ന് വെച്ചോ, വേണമെങ്കിൽ വേറൊരു പ്രാദേശിക കക്ഷിയുടെ നേതാവായിരിക്കും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വരിക. ചിലപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു നേതാവും വരാനും സാധ്യതയില്ല. അങ്ങനെ ഒരു വിട്ടുവീഴ്ചയും ചിലപ്പോൾ കോൺഗ്രസ് മുതിർന്നേക്കാം. അതുകൊണ്ട് എന്തായാലും കോൺഗ്രസിന് ഒറ്റ ലക്ഷ്യമുള്ളൂ BJP 10 വർഷമായി തുടരുന്ന BJP ഭരണത്തിന് എങ്ങനെ ഒരു അന്ത്യം ഇടുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം. മറുഭാഗത്ത് BJP-യുടെ കാര്യം നോക്കിയാൽ BJP തന്നെ തനിച്ച് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുക എന്നൊരു ലക്ഷ്യമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ കോൺഗ്രസ് ഇത്രത്തോളം വിട്ടുവീഴ്ച ചെയ്യുമ്പോഴും ഘടകകക്ഷികളുടെ ഭാഗത്ത് നിന്ന് ആ തരത്തിലുള്ള വിട്ടുവീഴ്ചയൊന്നും അധിക തോതിൽ കാണാനും കഴിയുന്നില്ല. പശ്ചിമബംഗാളിലെ കാര്യം ആരോമൽ സൂചിപ്പിക്കേണ്ടായി. അവിടെ തൃണമൂൽ കോൺഗ്രസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മുന്നണി സംവിധാനം തന്നെ സാധ്യമായിട്ടില്ല. CPM-ഉമായിട്ടാണ് അവിടെ സഖ്യം ചേർന്നിരിക്കുന്നത്. ആ ഒരു അർത്ഥത്തിൽ ഈ പ്രാദേശിക കക്ഷികളുടെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ ഉണ്ട് എന്ന് പറയപ്പെടുകയൊക്കെ ചെയ്യുന്ന ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പിന്തുണ എത്രത്തോളം ഇതിന് ലഭിക്കും? അതും ഒരു ചോദ്യചിഹ്നമാണ്. നമുക്കിപ്പോൾ വേണമെങ്കിൽ പറയാം BJP എന്ന ഒറ്റ ശത്രുവിൽ മുൻനിർത്തിയാണ് ഇവരെല്ലാം ഒന്നിച്ചിരിക്കുന്നത്. പല പാർട്ടികളും അവരുടെ പല ഐഡിയോളജിയും പറഞ്ഞ് ശിവസേനയും കോൺഗ്രസും ഒന്നും ഒരു കാലത്തും ഒരുമിച്ച് ചേരാൻ വഴിയില്ലാത്തവരൊക്കെ ആയിരുന്നു നമ്മൾ വിചാരിച്ചത്. എന്നാൽ അതല്ല സ്ഥിതി. ശിവസേനയുടെ ഒരു വിഭാഗം, ഉദ്ധവ് താക്കറെ വിഭാഗം കോൺഗ്രസുമായി നിന്ന് BJP വളരെയേറെ വിമർശിക്കുന്ന ഒരു പാർട്ടിയായി മാറിയിരിക്കുന്നു. അങ്ങനെ BJP എന്നൊരൊറ്റ ശത്രുവിൽ ഒരുമിച്ച കുറേ പ്രാദേശിക പാർട്ടികളും പിന്നെ മെയിനായിട്ട് കോൺഗ്രസ് നിൽക്കുന്ന ഒരു മുന്നണിയാണ് ഇന്ത്യ മുന്നണി. അപ്പോൾ അവർ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എത്രത്തോളം കെട്ടുറപ്പോടെ നിൽക്കുമെന്നുള്ളൊരു ചോദ്യചിഹ്നമാണ്. പല കോണുകളിൽ നിന്നും വിമതസ്വരവും അതോടൊപ്പം തന്നെ ഒരു പടലപ്പിണക്കമൊക്കെ പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു കാരണവശാലും എനിക്ക് തോന്നുന്നില്ല CPM-ഉം അതുപോലെ തന്നെ മമതാ ബാനർജിയുടെ തൃണമൂലും ഒരു മുന്നണിയിൽ നിന്ന് പോകും അല്ലെങ്കിൽ ഒരു വർഷമെങ്കിലും തികച്ചു പോകുമെന്ന് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഒരു കെട്ടുറപ്പുള്ളൊരു മുന്നണിയായിട്ട് ഇന്ത്യ മുന്നണി എനിക്ക് ഇപ്പോഴും കാണാൻ സാധ്യതയില്ല. മറുവശത്ത് BJP-യുടെ കാര്യം രജീഷ് സൂചിപ്പിച്ചതുപോലെ എല്ലാം ഒറ്റയ്ക്ക് വേണമെന്നൊരു ആഗ്രഹത്തിൽ എന്തായാലും BJP നിൽക്കുന്നുണ്ട്. മാക്സിമം കൂടെയുള്ള ഘടകകക്ഷികൾ വളരെ കുറവാണ്. BJP-ക്ക് മറ്റു ഇന്ത്യ മുന്നണി വെച്ച് നോക്കുമ്പോൾ NDA മുന്നണിയിൽ ഘടകകക്ഷികൾ കുറവാണ്, അല്ലെങ്കിൽ ശക്തിയുള്ള ഘടകകക്ഷികൾ വളരെ കുറവാണ്. നമുക്കാകെ പറയാവുന്നത് JDS-നെയും അതുപോലെ തന്നെ JDU-മാണ്. വേറെ വലിയൊരു ഘടകകക്ഷി എന്തായാലും BJP അല്ലെങ്കിൽ NDA മുന്നണിയിലില്ല. പിന്നെ നമുക്ക് TDP-യും പറയാം. ബാക്കിയെല്ലാം ചെറു പാർട്ടികളാണ്. 1-2 സീറ്റുകൾ മാത്രം മത്സരിക്കുന്ന ചെറു പാർട്ടികളാണ് NDA മുന്നണിയിലുള്ളത്. ഈ നമ്മൾ മഹാരാഷ്ട്രയിലെ കാര്യം ഇന്നലെ സംസാരിച്ചു. മഹാരാഷ്ട്രയിൽ മുഴുവനായും ആ ഒരു ഷിൻഡെ ശിവസേന വിഭാഗത്തെ വിഴുങ്ങാനായിട്ടാണ് BJP നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ അജിത് പവാറിൻ്റെ NCPയും മുഴുവനായും BJP-യിലെങ്കിൽ ലയിപ്പിക്കാനാണ് BJP-യുടെ നേതൃത്വം ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളൊരു നേതൃത്വമാണ് എന്തായാലും BJP-യിൽ നിലവിലുള്ളത്. അതുകൊണ്ട് അവർക്ക് സ്വാഭാവികമായും 400 മേൽ സീറ്റ് ഇത്തവണ BJP ഒറ്റയ്ക്ക് നേടണമെന്നൊരാഗ്രഹം വരും. NDA മുന്നണിക്ക് 450 സീറ്റ് വരെ കിട്ടണമെന്നാണ് BJP അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ ഒരു വലിയൊരു സംഖ്യയായിട്ട് നമുക്ക് കണക്കാക്കാമെങ്കിലും BJP അല്ലെങ്കിൽ NDA മുന്നണി വളരെ വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇത്തവണ 400 മേൽ സീറ്റ് BJP നേടും, 450 സീറ്റ് വരെ NDA നേടും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ എന്തായാലും അവർ നിൽപ്പുണ്ട്. ഇന്ന് മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ചിത്രമാണ് നമ്മൾ വിശദമായി വിലയിരുത്താൻ പോകുന്നത്. മധ്യപ്രദേശിലേക്ക് വന്നാൽ ഹിന്ദി ഹൃദയഭൂമിയിൽ പാർലമെൻറ്റിൽ BJP-ക്ക് നല്ല ആധിപത്യമുള്ള ഒരു സംസ്ഥാനമാണ്. 29 ലോക്സഭാ മണ്ഡലങ്ങളിൽ 28-ഉം BJP-യുടെ പക്കലാണുള്ളത്. അവിടെ 58% 2019-ൽ വോട്ട് BJP നേടിയത്. 34% മാത്രമാണ് 34.5% മാത്രമാണ് കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞത്. അതിനുശേഷം കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ ആധിപത്യം തുടരാൻ BJP-ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ആത്മവിശ്വാസവും BJP-ക്കുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ മത്സരം കാഴ്ചവെക്കുന്നു എന്ന പ്രതീതിയാണ് കോൺഗ്രസ് ഉണ്ടാക്കിയതെങ്കിലും ഫലം വന്നപ്പോൾ അത്രയ്ക്ക് അങ്ങ് മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുമില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ചിത്രം എങ്ങനെയാണ് വിലയിരുത്താൻ കഴിയുക? BJP അവരുടെ ഉറച്ച കോട്ട എന്ന് വിശ്വസിക്കുന്ന 3 സംസ്ഥാനങ്ങളിൽ ഒന്നാണ്
മധ്യപ്രദേശ്, ഒന്ന് നമുക്ക് ഗുജറാത്തിനും പറയാം, മറ്റൊന്ന് അവർ ഇപ്പോൾ ഉറച്ച കോട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിക്കാൻ പോകുന്ന ഉത്തർപ്രദേശും പിന്നെ ഗുജറാത്തും മധ്യപ്രദേശ്. ഈ 3 സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയെടുക്കുക എന്നൊറ്റ ലക്ഷ്യമാണ് എന്തായാലും NDAയും BJPയും കണക്കുകൂട്ടുന്നത്. അതിൽ മധ്യപ്രദേശിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേവലം ഒറ്റ സീറ്റിലാണ് കോൺഗ്രസ് ഒതുങ്ങിപ്പോയത്. ഒരു കാലത്ത് കോൺഗ്രസ് എന്ന ഒരു പാർട്ടി അടക്കി ഭരിച്ചിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു മധ്യപ്രദേശ്. പിന്നീട് കഴിഞ്ഞ 3-4 ടേമായിട്ട് ശിവരാജ് സിംഗ് ചൗഹാൻ BJP അധികാരത്തിലെത്തിക്കുന്നു. കഴിഞ്ഞ ടേമിൽ 2 വർഷം മാത്രം കമൽനാഥിന്, അല്ലെങ്കിൽ 1.5 വർഷം മാത്രം കമൽനാഥിന് അധികാരത്തിലിരിക്കാൻ സാധിക്കുന്നു. വീണ്ടും MLAമാരെ മറുകണ്ഠം ചാടിച്ച് വീണ്ടും ശിവരാജ് സിംഗ് ചൗഹാൻ കഴിഞ്ഞ ടേമിൽ മന്ത്രിയായി. ഇത്തവണ മോഹൻ യാദവ് എന്ന പുതിയൊരു നേതാവിലൂടെ വീണ്ടും BJP മധ്യപ്രദേശിൽ അധികാരം പിടിക്കുന്നു. എന്തായാലും മധ്യപ്രദേശിൽ 29 ഇത്തവണ നേടണമെന്നാണ്. ചിന്ദ്വാര അടക്കം കഴിഞ്ഞ തവണ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ BJP വിജയിച്ച 28 മണ്ഡലങ്ങളിലും മിക്ക മണ്ഡലങ്ങളിലും 1.5 ലക്ഷത്തിന് മുകളിലായിരുന്നു BJPയുടെ ഭൂരിപക്ഷം വരുന്നത്. ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് 1,00,000-നും 90,000-നും ഇടയിൽ ഒരു ഭൂരിപക്ഷം BJPകളും. മറ്റ് പല മണ്ഡലങ്ങളിലും 1.5 ലക്ഷത്തിന് മുകളിൽ 3 ലക്ഷവും 4 ലക്ഷവും വരെ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ BJPക്ക് മധ്യപ്രദേശിലുണ്ട്. എന്നാൽ ചിന്ദ്വാരയുടെ കാര്യം നോക്കുകയാണെങ്കിൽ കമൽനാഥ് കാലാകാലങ്ങളായിട്ട് അടക്കി വയ്ക്കുന്ന ഒരു മണ്ഡലമാണ് ചിന്ദ്വാര. അത് കോൺഗ്രസിൻ്റെ ഒരു കോട്ടയാണെന്ന് അവർ തന്നെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ചിന്ദ്വാരയിൽ 2019 കേവലം 33,000 വോട്ടുകൾക്ക് മാത്രമാണ് കമൽനാഥ് കഷ്ടിച്ച് ജയിച്ചു കയറിയത്. അതുകൊണ്ട് ചിന്ദ്വാരയും ഇത്തവണ കോൺഗ്രസിന് സേഫ് അല്ല എന്ന് പറയേണ്ടി വരും. കാരണം BJP അവർ പറയണം, ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ചിന്ദ്വാരയിൽ നമുക്ക് 1.5 ലക്ഷത്തിന് മേൽ ഭൂരിപക്ഷം ഇത്തവണ നേടി BJPക്ക് 29 മധ്യപ്രദേശിൽ സ്വന്തമാക്കാമെന്നാണ് BJP നേതാക്കളും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രിയും അടക്കം പറയുന്നത്. അതുകൊണ്ട് മധ്യപ്രദേശിൽ 29 നേടി ഒരു കാവ്യ വസന്തം തന്നെ മധ്യപ്രദേശിൽ ഉണ്ടാക്കാനാണ് BJP ശ്രമിക്കുന്നത്. എന്നാൽ ഇത്തവണ കോൺഗ്രസ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റതടക്കമുള്ള ക്ഷീണം മാറ്റാനായിട്ട് രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഈ ചിന്ദ്വാരയിൽ. അവിടുത്തെ ഒരു മേയറും ആ മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഒരു MLAയും അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം BJPയിലേക്ക് ചേക്കേറുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വോട്ട് ഷെയർ പരിശോധിച്ചാൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 58% BJPക്കും 34.5% കോൺഗ്രസിനുമാണ് ലഭിച്ചതെങ്കിൽ കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 230 സീറ്റിൽ 163 BJP സ്വന്തമാക്കിയപ്പോൾ 66 സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് ലഭിച്ചത്. പക്ഷേ വോട്ട് ഷെയറിൽ കോൺഗ്രസിന് സാരമായ വർധനയുണ്ടായിട്ടുണ്ട്. 48.62% BJPക്ക് ലഭിച്ചപ്പോൾ 40.45% വോട്ട് കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ട്. അത് കോൺഗ്രസിൻ്റെ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നില്ലേ? അവിടെ വേറൊരു പ്രശ്നമുണ്ട്. കാരണം നമ്മൾ പലപ്പോഴായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ഈ രാജസ്ഥാൻ അടക്കം ഈ 2019 ഇലക്ഷൻ നടക്കുമ്പോൾ അവിടെ കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചിരുന്നത്. എന്നാൽ ലോക്സഭാ ഇലക്ഷൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും BJP എല്ലാ സീറ്റുകളും വിജയിക്കുന്നൊരു സ്ഥിതിവിശേഷം പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുണ്ടാകും. അതിൽ ഇത്തവണയും വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ലെന്നാണ് BJP കണക്കൂട്ടുന്നത്. കാരണം അധികാരം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും കഴിഞ്ഞ 2019 ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റ് BJP നേടുമ്പോൾ അധികാരത്തിലുണ്ടെങ്കിൽ പിന്നീട് അതിൽ മറിച്ചൊരു ചിന്ത വേണമെന്നാണ് അവർ ഇങ്ങോട്ട് ചോദിക്കുന്നത്. ഈ അങ്ങോട്ട് ചോദിക്കുന്നിടത്ത് അവർ ഇങ്ങോട്ട് ചോദിക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ഈ മേയറും ഒരു MLA മാത്രമല്ല, കഴിഞ്ഞ 3-4 മാസമായിട്ട് ഏതാനും മുൻ മന്ത്രിമാരടക്കം BJPയിലേക്ക് പോകുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായി. എന്നാൽ കമൽനാഥ് അടക്കം ഊഹാപോഹങ്ങളുണ്ട്. കമൽനാഥ് അടക്കം BJPയിലേക്ക് പോകുന്നുള്ളൊരു ഊഹാപോഹം നമ്മൾ കേട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ മകന് കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചാൽ അദ്ദേഹം അടക്കം BJPയിലേക്ക് പോകുമെന്നുള്ളൊരു ഊഹാപോഹം വരെ നമ്മൾ കേട്ടിരുന്നു. അങ്ങനെ ആകെ ഒരു പടലപ്പിണക്കത്തിലാണ് എനിക്ക് തോന്നുന്നു മധ്യപ്രദേശ് കോൺഗ്രസ് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നൊരു അടിത്തറ, ഒരു ബേസ് അവർക്ക് ഇത്തവണയും അവിടെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള പ്രവർത്തനം ഇത്തവണ മന്ദഗതിയിലാണെന്നുള്ളൊരു ഒരു ചിന്തയിലാണ് എനിക്ക് തോന്നുന്നു മധ്യപ്രദേശിലെ കോൺഗ്രസ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ വോട്ട് ഷെയർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിയാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ വീണ്ടും 35 അതിന് താഴെയോ വീണ്ടും കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ പോകാനും സാധ്യതയുണ്ട്. BJP ഇത്തവണ 25 മേൽ സീറ്റ് മധ്യപ്രദേശിൽ, ഞാൻ മറ്റ് പല സംസ്ഥാനങ്ങളിൽ ഈ ഒരു അവകാശവാദം BJP ഉന്നയിച്ചാൽ എനിക്ക് ചിലപ്പോൾ അത് തള്ളിക്കളയാൻ തോന്നും. എന്നാൽ മധ്യപ്രദേശും അതുപോലെ തന്നെ രാജസ്ഥാനും ഗുജറാത്തും അങ്ങനെ BJPയുടെ അവകാശവാദം തള്ളിക്കളയാൻ നമുക്ക് സാധിക്കില്ല. കാരണം ഈ 3 സംസ്ഥാനങ്ങളും അല്ലെങ്കിൽ ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ അവരുടെ കോട്ടയാണ്. കാലാകാലങ്ങളായിട്ട് കഴിഞ്ഞ 20-25 വർഷമായിട്ട് അവിടെ BJP മാത്രം ഭരിക്കുന്ന, അല്ലെങ്കിൽ BJP മാത്രം പ്രതികരിക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. 5-6 ടേമായിട്ട് BJP മാത്രം ജയിച്ചു പോകുന്ന ചില ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് മധ്യപ്രദേശിൽ. അതുകൊണ്ട് അവർ ആ ഒരു അവകാശവാദം ഉന്നയിച്ചാൽ അത് അതിശയോക്തിയായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അവിടെ പ്രാദേശിക കക്ഷികൾക്ക് ഒട്ടും തന്നെ ശക്തിയില്ല. അവിടെ ഏതാനും ചില മണ്ഡലങ്ങളിൽ BSP സാന്നിധ്യം അറിയിച്ചു എന്നതിനപ്പുറം
ഒരു പ്രാദേശിക കക്ഷികൾക്ക് മധ്യപ്രദേശിൽ സ്ഥാനമില്ല. BJP, കോൺഗ്രസ് എന്നീ 2 പാർട്ടികൾ മാത്രമാണ് അവിടെ നേർക്കുനേർന്ന് പോരാടുന്നത്. അതുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് കാര്യമായൊരു റോൾ മധ്യപ്രദേശിലില്ല. അവിടെ BJPയും കോൺഗ്രസും മാത്രമാണ് നേരിട്ട് ഏറ്റുമുട്ടുന്നത്. അതുകൊണ്ട് BJPക്ക് തന്നെയായിരിക്കും മേൽക്കൈ മധ്യപ്രദേശ്. തീർച്ചയായും പരമാവധി വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ സീറ്റുകൾ നേടാൻ വേണ്ടി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലടക്കം ഇത്തരം വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോഴാണ് പാർട്ടിയുടെ പ്രമുഖ നേതാക്കളടക്കം BJPയിലേക്ക് ചേക്കേറുന്ന ഒരു ഭീഷണി BJP നേരിടുകയും ചെയ്യുന്നത്. എന്തായാലും മധ്യപ്രദേശിൽ മുഴുവൻ സീറ്റുകളും അടക്കി വാഴുക എന്ന BJPയുടെ ലക്ഷ്യം എത്രത്തോളം പൂവണിയുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. ഇനി സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ വിശദാംശങ്ങളിലേക്കാണ്. 20-ൽ ആര്. സംസ്ഥാനത്ത് ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ചൂടുപകരുന്നത് പാനൂരിലെ ബോംബ് സ്ഫോടനമാണ്. സ്ഫോടനത്തിൽ മരിച്ച CPM പ്രവർത്തകൻ ഷിരിൻ്റെ വീട് പ്രാദേശിക നേതാക്കൾ സന്ദർശിച്ചതിൽ തെറ്റില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി മരണവീടുകളിലെ സന്ദർശനം നാട്ടിൽ നടക്കുന്നതാണെന്നും മനുഷ്യത്വപരമാണെന്നുമാണ് വിശദീകരിച്ചത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പാനൂരിൽ ക്യാപ്സൂൾ നിരത്തിയത് പിടിയിലായത് സന്നദ്ധ പ്രവർത്തകരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പ്രതികൾ രക്തസാക്ഷികളാകുമെന്ന പ്രതികരണമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് നടത്തിയത്. CPMൻ്റെ അക്രമ രാഷ്ട്രീയം കോൺഗ്രസും BJPയും ചർച്ചയാക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടിക്ക് ഇത്തരം സംഭവവികാസങ്ങളെ ന്യായീകരിക്കാനും പ്രതിരോധിക്കാനും തന്നെ പാടുപെടേണ്ടി വരും. അതേസമയം അന്തിമ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ പ്രചരണം ദേശീയ നേതാക്കളിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. CPMനും കോൺഗ്രസിനും BJPക്കുമായി മുൻനിര നേതാക്കൾ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ വിവിധ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും. വിശകലനവുമായി അഭിജിത്ത് ജയനാണ് ചേരുന്നത്. അഭിജിത്ത്, പാനൂരിലുണ്ടായ ഒരു സ്ഫോടനം, അതിൽ ഒരാൾ കൊല്ലപ്പെടുകയുണ്ടായി, ഒരാൾ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലാണുള്ളത്. CPM പ്രവർത്തകർ അല്ലെങ്കിൽ CPMൻ്റെ അനുഭാവികളാണ്, പ്രവർത്തകരാണ്, അല്ലെങ്കിൽ CPയുമായി ബന്ധമുള്ളവരാണ് ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നവരെല്ലാം. DYFIയുടെ ഭാരവാഹികളടക്കമുണ്ട്. എന്നിട്ടും ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങളാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാക്കുന്നത്. ഇത് വടകര മണ്ഡലത്തിൽ മാത്രമല്ല, സംസ്ഥാനത്തുടനീളം വലിയ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പാനൂരിലെ ഈ സ്ഫോടനം ഏതു വിധത്തിലാണ് ചർച്ചയാവുന്നത്? രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വടകര മണ്ഡലത്തിൽ മാത്രമല്ല സംസ്ഥാന രാഷ്ട്രീയത്തിലാകെ തന്നെ ഈ പാനൂരിലെ ബോംബ് സ്ഫോടനം അത് വലിയ ചർച്ചയാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് ഏതായാലും കടന്നു പോവുകയും ചെയ്യുന്നത്. പാനൂരിലെ നിർമ്മാണത്തിലിരുന്ന വീട്ടിലെ ഇത്തരത്തിലുണ്ടായ ബോംബ് സ്ഫോടനത്തെ ആദ്യഘട്ടത്തിൽ തന്നെ CPM പ്രവർത്തകൻ അതുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ പാർട്ടി നേതൃത്വം തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുഖം രക്ഷിക്കാനുള്ള ആദ്യഘട്ടത്തിലുള്ള നടപടിക്രമങ്ങൾ അത് തുടങ്ങിയതാണ്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നത് ഇങ്ങനെയാണ്: ഇക്കാര്യത്തിൽ തെറ്റ് ചെയ്തവരെ ആരെയും തന്നെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സർക്കാർ സ്വീകരിക്കില്ല, അവർക്കെതിരെ ഉചിതമായ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ഈ മരിച്ച ഷരിലിൻ്റെ വീട്ടിൽ CPMൻ്റെ പ്രാദേശിക നേതാക്കൾ പോയതിനെ ചൊല്ലിയാണ് ഇപ്പോൾ ഏതായാലും വിവാദങ്ങൾ പോലും ഉടലെടുത്തിരിക്കുന്നൊരു സ്ഥിതിവിശേഷമുള്ളത്. ഇതിൽ തന്നെ മുഖ്യമന്ത്രി പറയുന്നത് മനുഷ്യത്വപരമായ നടപടിയാണ്. ഇത്തരത്തിൽ പ്രാദേശിക നേതാക്കൾ വീട്ടിൽ പോയതിനെ അങ്ങനെ നമ്മൾ തെറ്റൊന്നും കാണേണ്ടതില്ല. സാധാരണഗതിയിൽ ഇങ്ങനെ മരണവീടുകളിൽ നേതാക്കൾ പോകുന്നത് അത് പതിവുള്ള സംഭവമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി അതിൽ കൃത്യമായ നിലപാട് വിശദീകരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യമായി തന്നെ സൂചിപ്പിക്കാൻ കഴിയുന്നത്. അതേസമയം MV ഗോവിന്ദൻ്റെ നിലപാടാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്നത്. ഈ മരിച്ച ഷരിലിൻ്റെയും ഒപ്പം തന്നെ അവിടെ ഈ പരിക്കേറ്റ് കിടന്ന ആളുകളെയും ഒക്കെ തന്നെയും ആശുപത്രിയിൽ എത്തിക്കാനായി രംഗത്തിറങ്ങിയത് സന്നദ്ധ പ്രവർത്തകരാണ് എന്നുള്ളതാണ് MV ഗോവിന്ദൻ പ്രധാനമായും ഇതിൽ നിലപാട് വ്യക്തമാക്കുന്നത്. ഈ സന്നദ്ധ പ്രവർത്തനവും ഈ രക്ഷാപ്രവർത്തനവും നമ്മൾ മുമ്പും ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടും കേട്ട് ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ചെയ്ത ഒരു വസ്തുത ഒക്കെ തന്നെയുമാണ്. ഏതായാലും ഇത് വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറുന്ന ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് കടന്നു പോവുകയും ചെയ്യുന്നത്. മാത്രമല്ല വടകരയിൽ മാത്രമല്ല സംസ്ഥാന രാഷ്ട്രീയത്തിലാകെ തന്നെ ഇതിൻ്റെ അലയൊലികൾ വരും ദിവസങ്ങളിലും ഉണ്ടാകും എന്നതിൽ യാതൊരു തർക്കവുമില്ല. മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏതായാലും പറയാനുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെക്കൻ കേരളത്തിലെ ഒരു നേതാവ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവന പൊരുതി വിജയിക്കേണ്ട ഘട്ടത്തിൽ ഇതിനെ പൊട്ടിച്ച് തീർത്ത് കളഞ്ഞു എന്നുള്ള ഒരു പ്രസ്താവന ഒരു നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൃത്യമായ ഷെഡ്യൂളിലൂടെ പര്യടനം നടത്തി സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ വിശദീകരിച്ച് വരുമ്പോഴാണ് UDFനൊരു
ബോംബായി തന്നെ ഈ ഒരു വിഷയം എറിഞ്ഞുകൊടുത്തത് എന്നുള്ളൊരു നിലപാടാണ് LDF-ന്, പ്രത്യേകിച്ച് CPM-ലെ ഒരു വിഭാഗം നേതാക്കൾക്ക് പ്രധാനമായും തന്നെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ മാനം കൂടിയുണ്ട് എന്നതും നമ്മൾ ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. TP ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം ഇതുവരെയും LDF വടകരയിൽ വിജയിച്ചിട്ടില്ല. നമുക്കറിയാം ഇതിന് മുമ്പും 2019 കാസർഗോഡ് മണ്ഡലത്തിൽ അവിടെ നടന്ന കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും കൊല, അതിനുശേഷം പിന്നീട് ഒരു തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിൽ കാസർഗോഡ് മണ്ഡലത്തിലും CPM-ന് വിജയിക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെയും സംസ്ഥാന രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിലും ആഞ്ഞു കത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അഭിജിത്ത്, പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ കൃത്യമായി മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ ഇതിൽ വിശദീകരണവുമായി ഇന്ന് രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ അവർ പറഞ്ഞ കാര്യത്തിലാണ് ഇന്ന് മാധ്യമങ്ങളിൽ വലിയ ചർച്ച നടക്കുന്നത്. നാട്ടിലൊരു മരണം നടന്നാൽ സ്വാഭാവികമായും അവിടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും എല്ലാം ആ വീട് സന്ദർശിക്കും. ആ രീതിയിൽ കണ്ടാൽ മതി CPM നേതാക്കൾ ഈ മരണപ്പെട്ട ആളുടെ വീട് സന്ദർശിച്ചത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ശരി, അതിനെ ആ അർത്ഥത്തിൽ എടുത്താൽ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞ കാര്യം, ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് DYFIയുടെ 2 യൂണിറ്റ് സെക്രട്ടറിമാർ അടക്കമുള്ളവരാണ്. മാത്രമല്ല ഇതിൽ അപകടത്തിൽപ്പെടുകയും ഇതിൽ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്ത ആളുകളുടെ CPM-ഉമായിട്ടുള്ള ബന്ധം എല്ലാവർക്കും വ്യക്തമായ കാര്യവുമാണ്. അതിനെ ആദ്യം തള്ളിപ്പറയുക, പിന്നീട് പാർട്ടിയുടെ നേതാക്കൾ അവിടെ സന്ദർശിക്കുക. അതുമാത്രമല്ല DYFIയുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യൂണിറ്റ് സെക്രട്ടറിമാരടക്കമുള്ളവർ ഇതിൽ പ്രതി ചേർക്കപ്പെടുക, അവർക്കിതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കുണ്ട്, ഇത് നടപ്പാക്കിയതിൽ പങ്കുണ്ട് എന്നൊക്കെ പോലീസ് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ സംസ്ഥാനം ഭരിക്കുന്നതും CPM തന്നെയാണ്. ആ പോലീസാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അപ്പോഴാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരത്തെ അഭിജിത്ത് സൂചിപ്പിച്ച കാര്യം, ഇത് സാമൂഹ്യ പ്രവർത്തനമാണ് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനമാണ് എന്ന രീതിയിലൊക്കെയുള്ള വിശദീകരണം നൽകുന്നത്. ഇതിനെ പൊതുസമൂഹം ഏത് രീതിയിൽ കാണുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല നേരത്തെ ഒരു മാധ്യമം ഇന്ന് വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയുടെ പ്രതികരണം ഇക്കാര്യത്തിൽ തേടിയപ്പോൾ ശൈലജ ടീച്ചറും പറഞ്ഞത് അവരുടെ പൂർവ്വകാല കാര്യങ്ങൾ തേടിപ്പോകേണ്ടതില്ല, അവർ ഇതിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ്, അല്ലെങ്കിൽ അവർ തെറ്റായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരാണ് എന്നൊക്കെയാണ്. പക്ഷേ ആർക്ക് വേണ്ടിയാണ് അവർ ബോംബുണ്ടാക്കിയത്, ആരെയാണ് അവർ ലക്ഷ്യമിട്ടത് എന്നെല്ലാമുള്ള കാര്യം നമ്മുടെ മുന്നിൽ ഇപ്പോഴുമുണ്ട്. മാത്രമല്ല ഈ സ്ഫോടനമുണ്ടായാൽ അല്ലെങ്കിൽ കൊലപാതകമുണ്ടായാൽ അവരെ തള്ളിപ്പറയുന്നത്, പാർട്ടിയുമായി അവർക്കൊരു ബന്ധവുമില്ല എന്ന് പറയുന്നത് TP ചന്ദ്രശേഖരൻ കേസിലടക്കം നമ്മൾ കണ്ട കാര്യവുമാണ്. തീർച്ചയായും രജീഷ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ 12 പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ വിവരമനുസരിച്ച് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. അതിൽ തന്നെ 6 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അന്വേഷണം അതിൻ്റെ ഒരു വഴിക്ക് പോവുകയും ചെയ്യുന്നുണ്ട്, മറ്റൊരു വഴിക്ക് ഇതിൻ്റെ രാഷ്ട്രീയപരമായ തുടർചലനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി ഇതിൽ നാട്ടിൽ ഇത്തരത്തിൽ മരണവീടുകളിൽ നേതാക്കൾ പോകുന്നതിൽ തെറ്റില്ല എന്നുള്ള ഒരു കാര്യം മുഖ്യമന്ത്രി പറയുമ്പോൾ അത് മനുഷ്യത്വപരമായിട്ടുള്ള നിലപാടാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു കൃത്യമായ പ്രതികരണം നടത്തുമ്പോൾ MV ഗോവിന്ദൻ ഇതിനോട് കാണിക്കുന്ന ഒരു പ്രതികരണമാണ് ഏതായാലും ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യമായി സൂചിപ്പിക്കാൻ കഴിയുന്നത്. ഇതിൽ ഈ മരിച്ച ഷരിലിനെയും ഒപ്പം തന്നെ പരിക്കേറ്റ് കിടന്ന ആളുകളെയും ഒക്കെ തന്നെ ആശുപത്രിയിൽ എത്തിക്കാനായി അമൽ ബാബു ഉൾപ്പെടെയുള്ള DYFIയുടെ നേതാക്കൾ ഇത്തരത്തിൽ അവിടെ ഇടപെട്ടതിനെയാണ് ഏതായാലും MV ഗോവിന്ദൻ ന്യായീകരിക്കുകയും ചെയ്യുന്നത്. അവർ രക്ഷാപ്രവർത്തനമാണ് നടത്തിയത്, സാമൂഹ്യ പ്രവർത്തനമാണ് അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തനമാണ് എന്ന് പറയുന്നതിൻ്റെ യുക്തിയാണ് ഇവിടെ ഏതായാലും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. ഏതായാലും ഈ ഒരു പ്രതികരണം അത് അദ്ദേഹം തിരുത്താൻ തയ്യാറാകുമോ, അല്ലെങ്കിൽ ഈ ഒരു പ്രതികരണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുമോ എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കണ്ണൂർ പോലെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രത്തിൽ പാർട്ടി അറിയാതെ ഇത്തരത്തിലൊരു കാര്യം നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ ബോംബ് നിർമ്മാണം നടക്കുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രാദേശിക നേതാക്കൾക്ക് ഇതിൽ അറിവുണ്ടായിരുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യം കൂടി ഇവിടെ ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ പാർട്ടിക്ക് പങ്കുണ്ടോ, അല്ലെങ്കിൽ ഇതിൽ കൃത്യമായ ഗൂഢാലോചന തെളിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി തന്നെ ഉയരുന്നത്. അത് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിൽ തെളിയുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിലെ കാഴ്ചകൾ കാണിച്ചു തരും എന്നുള്ളതും കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ തന്നെ ഒരു രാഷ്ട്രീയ പ്രതികരണം കൂടി ഉണ്ടായി രജീഷ്. അതിൽ VD സതീശൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. പാനൂർ സ്ഫോടനത്തിൽ നിന്ന് CPM-ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല, അവർ
കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്നത് കോൺഗ്രസിനെയാണ്, RSSനെ അല്ല. RSSുമായി അവർക്ക് നേരത്തെ ധാരണയുള്ളതിനാൽ തന്നെ കോൺഗ്രസ്സുകാരെ കൊല്ലാനുള്ള ശ്രമത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെയാണ് ഈ ബോംബ് നിർമ്മാണം നടക്കുകയും ചെയ്തത്. മുഖ്യമന്ത്രി ഈ അക്രമികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയാണ് സ്വീകരിക്കുന്നത്. ഇതിൽ എന്ത് കാര്യം പറഞ്ഞാലും നാട്ടിലെ കാര്യങ്ങളെ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രി ഇതിലെങ്കിലും കൃത്യമായൊരു അഭിപ്രായം പറയാൻ തയ്യാറാകണമെന്നുള്ള ഒരു ബോംബ് ഒരു ഭാഗത്ത് VD സതീശൻ കൂടി പൊട്ടിക്കുകയും ചെയ്യുകയാണ് എന്നതാണ് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രതികരണമായി സൂചിപ്പിക്കാൻ കഴിയുന്നത്. അപ്പോഴും ബിനോയ് വിശ്വം CPIയുടെ സംസ്ഥാന സെക്രട്ടറി കൃത്യമായി പറയുന്നത് ബോംബിൻ്റെ മേൽവിലാസം ഇടതിന് ചാർത്തി തരേണ്ടതില്ല, അത് CPM തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു പ്രതികരണം കൂടി നടത്തുന്നു. മരണവീട്ടിൽ നേതാക്കൾ പോകുന്നത് അത് വലിയ പാതകമൊന്നുമല്ലല്ലോ എന്നുള്ളതാണ് ബിനോയ് വിശ്വവും പറയുന്നത്. DYFIയും ഇതിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കില്ല എന്ന് അടിവരയിട്ട് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജും ഇതിൽ നിലപാട് വ്യക്തമാക്കുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. തെറ്റ് ചെയ്തവരാരായാലും അവർക്കെതിരെ നടപടിയെടുക്കും. സ്വാഭാവികമായും അദ്ദേഹം ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി ആയതിനാൽ തന്നെ മുഖ്യമന്ത്രിയുടെ നിലപാട് അദ്ദേഹവും ആവർത്തിച്ചു എന്നതാണ് ഈ CPMന്റെയും മുഖ്യമന്ത്രിയുടെയും DYFIയുടെയും ഒക്കെ നിലപാടുകൾ വ്യക്തമാണ്. പക്ഷേ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞ കാര്യമാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഇടതുമുന്നണിക്ക് ചാർത്തി തരേണ്ടതില്ല, CPM തള്ളിപ്പറഞ്ഞതോടുകൂടി എല്ലാം പൂർണ്ണമായി എന്ന നിലപാടാണ് ബിനോയ് വിശ്വം സ്വീകരിച്ചിരിക്കുന്നത്. അഭിജിത്ത്, ഇനി കുറഞ്ഞ വാക്കുകളിൽ നമുക്ക് സംസ്ഥാനത്തെ മൊത്തം പ്രചരണ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്താൽ ഈ ഘട്ടത്തിൽ ദേശീയ നേതാക്കളെ അണിനിരത്തുകയാണ് എല്ലാ മുന്നണികളും ചെയ്യുന്നത്. പ്രധാനമന്ത്രി തന്നെ വീണ്ടും വരാൻ പോവുകയാണ് സംസ്ഥാനത്തേക്ക്. അമിത്ഷാ വരുന്നുണ്ട്, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും അടക്കമുള്ളവർ UDFന് വേണ്ടി വരുന്നുണ്ട്. പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയും അടക്കമുള്ളവർ CPMന് വേണ്ടി പ്രചരണത്തിനെത്തുന്നുണ്ട്. DK ശിവകുമാർ സംസ്ഥാനത്ത് ഇന്ന് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഏത് രീതിയിലേക്കായിരിക്കും നമ്മുടെ പ്രചരണ രംഗം കടക്കുക? രജീഷ്, ഏതായാലും പ്രചരണം കൊഴിപ്പിച്ചിരിക്കുകയാണ് മുന്നണികൾ. ഏതായാലും ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നിപ്പോൾ അവസാനിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടി അന്തിമ സ്ഥാനാർത്ഥി ചിത്രം പൂർണ്ണമായും തെളിഞ്ഞിട്ടുണ്ട്. പ്രചരണത്തിനായി കൂടുതൽ ദേശീയ നേതാക്കൾ സംസ്ഥാനത്തേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും സുപ്രധാനമായ സ്ഥിതിവിശേഷം. ഇതിൽ തന്നെ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ എത്തുന്നു. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ എത്തുന്നു. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ നിരവധി നേതാക്കൾ ഇത്തരത്തിൽ തിരുവനന്തപുരത്തും ഒപ്പം തന്നെ മറ്റു 20 മണ്ഡലങ്ങളിലും മറ്റ് 19 മണ്ഡലങ്ങളിലും എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നേരത്തെ തന്നെ രാഹുൽ ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥി പട്ടിക സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം മടങ്ങി പോയിരുന്നു. അദ്ദേഹം വരും ദിവസങ്ങളിൽ ഏതായാലും പ്രചരണത്തിന് വേണ്ടി വയനാട്ടിൽ എത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മറ്റുള്ള മണ്ഡലങ്ങളിലേക്കും അദ്ദേഹം എത്തുകയും ചെയ്യും. ദേശീയ നേതാക്കൾ കൂടി എത്തുന്നതോടുകൂടി സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം കൂടുതൽ ചൂടുപിടിക്കുക തന്നെ ചെയ്യും. വോട്ടുകാര്യത്തിൽ ഇനി സംസ്ഥാനത്തെ ഒരു മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രം സമഗ്രമായി വിലയിരുത്തുകയാണ് മണ്ഡല പര്യടനം. വടകര മണ്ഡലത്തെക്കുറിച്ചാണ് രജീഷ് നരിക്കുനി ഇന്ന് വിലയിരുത്തുന്നത്. രജീഷ്, ഇത്ര നേരം അഭിജിത്ത് പറഞ്ഞതും വടകരയുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. പാനൂരിലെ സ്ഫോടനം, അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെയാണ് അഭിജിത്തും വിലയിരുത്തിയത്. നമ്മൾ ഈ വടകര മണ്ഡലത്തിലേക്ക് പോയാൽ കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു മണ്ഡലമാണ് വടകര. കണ്ണൂർ ജില്ലയിലെ 2 നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെടുന്നത്. ഇടതുപക്ഷത്തിന് ശക്തമായ മേൽക്കൈയുള്ള മണ്ഡലമാണെങ്കിൽ പോലും കഴിഞ്ഞ 3 തവണയായി UDF സ്ഥാനാർത്ഥികൾ 2 തവണ മുല്ലപ്പള്ളി രാമചന്ദ്രനും അതിനുശേഷം കഴിഞ്ഞ തവണ K മുരളീധരനുമാണ് അവിടെ വിജയിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മുൻപുള്ള ചരിത്രം അത് സംഭവ ബഹുലവുമാണ്. എങ്ങനെയാണ് നമുക്ക് ഇക്കുറി വടകരയെ ഒന്ന് വിലയിരുത്താൻ കഴിയുക? രജീഷ്, നിലവിലെ സാഹചര്യത്തിൽ വടകരയിൽ ആര് വിജയിക്കുമെന്ന് പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. അവിടെ പോരാട്ടം നടക്കുന്നത് ഇടതുമുന്നണിയും UDFും തന്നെയാണ്. BJP അല്ലെങ്കിൽ NDA വലിയ ഒരു കക്ഷിയായി അല്ലെങ്കിൽ വലിയൊരു പ്രാധാന്യം ആ മണ്ഡലത്തിൽ ഇല്ലെങ്കിൽ കൂടിയും അവിടെ മത്സരം നടക്കുന്നത് UDFും അതോടൊപ്പം തന്നെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയും തന്നെയാണ്. ഈ തവണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രതീക്ഷയോടെ കാണുന്ന ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഇടതുമുന്നണി ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്ന് കരുതുന്ന ഒരു മണ്ഡലമാണ് വടകര. KK ശൈലജയെ തന്നെ കളത്തിലിറക്കുമ്പോൾ എന്തായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം എന്ന് ഒക്കെ നമുക്ക് അറിയാൻ ആകാംക്ഷ നിലനിൽക്കുകയാണ്. പക്ഷേ സർപ്രൈസ് സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു ഷാഫി പറമ്പിൽ ഇത്തവണ മത്സരിക്കാനായി വടകരയിലേക്ക് എത്തിയത്. അപ്പോൾ മുതൽ തന്നെ ഒരു ഇളക്കം അല്ലെങ്കിൽ ഒരു ആധിപത്യം ആർക്ക് എന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കാരണം യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനം ഷാഫി പറമ്പിലുണ്ട്. ഷാഫി പറമ്പിലെ പ്രചരണ പരിപാടികളൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വലിയൊരു യുവജനങ്ങളുടെ വലിയൊരു കൂട്ടം തന്നെ എപ്പോഴും ഷാഫി പറമ്പിലിനൊപ്പം ഉള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളും UDFിനെ ഏകീകരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ അവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്തവണ വലിയ രീതിയിലുള്ള ശക്തമായൊരു മത്സരം തന്നെ അവിടെ നടക്കും. കഴിഞ്ഞ
കഴിഞ്ഞ തവണ 5 ലക്ഷത്തിന് മുകളിൽ വോട്ടുകളായിരുന്നു UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ അവിടെ നേടിയതെങ്കിൽ ഇത്തവണ എന്തായിരിക്കും മത്സരഫലം എന്ന് നിലവിലെ സാഹചര്യത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ പാനൂരിലെ ബോംബ് ആക്രമണം അത് വലിയ രീതിയിൽ ഒക്കെ ഇപ്പോൾ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ആ മണ്ഡലത്തിൽ മാത്രമല്ല കേരളം മുഴുവൻ ആ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ കൂടിയും വടകര മണ്ഡലത്തിൽ അത് വലിയ രീതിയിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. TP കേസും അതോടൊപ്പം തന്നെ KK രമയും ഉൾപ്പെടെയുള്ളവർ അത് വലിയ രീതിയിൽ പ്രചരണ ആയുധമാക്കി ഇടതുമുന്നണിക്കെതിരെ അവിടെ ഈ പ്രചരണത്തിനായി ആയുധമാക്കി തന്നെ അത് അവിടെ ഉപയോഗിക്കുകയും ചെയ്യുകയാണ്. TP വധക്കേസ് അതാണ് രജീഷ് ഇവിടെ സൂചിപ്പിച്ചത്. അത് കഴിഞ്ഞ 2 ലോക്സഭാ ഇലക്ഷനുകളിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ആ 2 തെരഞ്ഞെടുപ്പിലും UDF ആണ് ജയിക്കുകയും ചെയ്തത്. 2014 19 ഇക്കുറിയും അത് ചർച്ചയാക്കുകയാണ്. KK രമ സജീവമായി പ്രചരണ രംഗത്തുണ്ട് താനും. പക്ഷേ അതിനിടയിലാണ് പാനൂരിലെ ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. അക്രമ രാഷ്ട്രീയം വീണ്ടും വടകര മണ്ഡലത്തിൽ വലിയ പ്രചരണായുധമായി മാറുകയാണോ? തീർച്ചയായിട്ടും അത് വലിയ രീതിയിലൊരു പ്രചരണ ആയുധമായി അവിടെ മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ 2-3 ദിവസമായി ഈ വിഷയം തന്നെയാണ് അവിടുത്തെ കോൺഗ്രസ് നേതാക്കളും പ്രചരണത്തിന് ഇറങ്ങുന്നവരുമൊക്കെ അവിടെ കൂടുതലായി പ്രചരണ ആയുധമായി ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഈ അക്രമ സംഭവങ്ങളൊക്കെ CPM തള്ളി പറയുന്ന സാഹചര്യത്തിൽ കൂടിയും പ്രതിപക്ഷ നേതാവ് അടക്കം ഇന്ന് നടത്തിയ പ്രസ്താവനകൾ അതിൽ ശരിക്ക് CPMനെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒക്കെ പ്രസ്താവനകളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇന്നും അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്തൊക്കെ വലിയ രീതിയിൽ ആ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. അക്രമ രാഷ്ട്രീയം ഇപ്പോഴും CPM പിന്തുടരുന്നു എന്ന ഒരു നിലപാടാണ് അവിടെ കോൺഗ്രസ് എടുത്തിരിക്കുന്നത്. ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഇതിനെ മറികടക്കാൻ അല്പം വിയർക്കേണ്ടി വരും CPMന് എന്നാണ് നമുക്ക് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ശൈലജ ടീച്ചർ നല്ലൊരു കാൻഡിഡേറ്റ് ആണ്. അതോടൊപ്പം തന്നെ വലിയ പാർട്ടി വോട്ടുകളൊക്കെ കൃത്യമായി വീഴാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. പക്ഷേ ന്യൂനപക്ഷ വോട്ടുകളും അതോടൊപ്പം തന്നെ നിഷ്പക്ഷ വോട്ടുകളും ഏത് തരത്തിൽ മറയുമെന്ന് ഇപ്പോൾ അവർ പറയാൻ കഴിയില്ല. ഇത് വലിയ രീതിയിൽ വരും ദിവസങ്ങളിൽ മണ്ഡലത്തിൽ ചർച്ചയാകാൻ കഴിയും. ഒരുപക്ഷെ ഷാഫി പറമ്പിലിന് അനുകൂലമായി ഒരുപക്ഷെ ഇത്തവണ മണ്ഡലം മാറാനാണ് സാധ്യതയുള്ളത്. ഏത് വിധേനയും വടകര പിടിക്കുക എന്നതാണ് CPMൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിയുടെ ഏറ്റവും പ്രമുഖയായ നേതാവിനെ തന്നെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തത്. നിലവിൽ നിയമസഭാ അംഗമാണ് ശൈലജ ടീച്ചർ. ശൈലജ ടീച്ചറെ തന്നെ ടീച്ചറമ്മ എന്നാണ് വടകരയിൽ ഇപ്പോൾ പ്രചരണ രംഗത്ത് CPM പറയുക തന്നെ ചെയ്യുന്നത്. ടീച്ചറമ്മയെ സ്ഥാനാർത്ഥിയാക്കിയത് ഏത് വിധേനയും വടകര പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. പക്ഷേ CPM അവിടെ നേരിടാൻ തീരുമാനിച്ചിരുന്നത് അല്ലെങ്കിൽ അവർ കരുതിയിരുന്നത് കെ മുരളീധരനായിരുന്നു. കോൺഗ്രസിൽ സംഭവിച്ച ചില മാറ്റങ്ങൾ കൊണ്ട് കെ മുരളീധരൻ വടകരയിൽ നിന്ന് മാറുകയും പകരം ഷാഫി പറമ്പിൽ വടകരയിലേക്ക് എത്തുകയും ചെയ്തു. KK ശൈലജ എന്ന ജനപ്രിയയായ നേതാവിൻ്റെ ഒരു സാന്നിധ്യം വടകരയിൽ എത്രത്തോളം CPMന് ഗുണകരമാവും? ഒപ്പം കെ മുരളീധരൻ മാറി ഷാഫി പറമ്പിൽ വന്നപ്പോൾ മത്സര രംഗത്ത് സംഭവിച്ച വലിയ മാറ്റം അതെങ്ങനെയാണ്? ഇതിനു മുമ്പ് ഞാനൊരു ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കൂടെ പറയാം. 2019 തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് മണ്ഡലം പിടിച്ചെടുക്കാൻ MK രാഘവനിൽ നിന്നും പിടിച്ചെടുക്കാൻ അന്ന് CPM അവിടുത്തെ MLA ആയിരുന്ന പ്രദീപ് കുമാറിനെയായിരുന്നു കളത്തിലിറങ്ങിയത്. പ്രദീപ് കുമാർ അവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഒക്കെ നടത്തിയൊരു MLA ആയിരുന്നു ആ സമയത്ത്. കാരണം സ്കൂളുകൾ നവീകരണം അല്ലെങ്കിൽ ഹൈടെക്കിലേക്ക് വലിയ രീതിയിൽ കോഴിക്കോട് സിറ്റിയെ മാറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാളാണ് പ്രദീപ് കുമാർ. പ്രദീപ് കുമാറിനെ അവിടെ MP സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ചു. പക്ഷേ അവിടുത്തെ നാട്ടുകാർ ചെയ്തൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ച കാര്യമുണ്ട്. ഞങ്ങൾ പ്രദീപ് കുമാർ ഞങ്ങൾ MLA ആണ്, ഞങ്ങൾക്ക് ഇവിടെ വേണം, ഞങ്ങൾ ഡൽഹിയിലേക്ക് അല്ലെങ്കിൽ കേന്ദ്രത്തിലേക്ക് വിടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഇവിടെ തന്നെ ഞങ്ങൾ നിലനിർത്തണം. അങ്ങനെ ഒരു നിലപാട് അന്ന് അവിടുത്തെ പാർട്ടിയിലുള്ള ആൾക്കാരും അതോടൊപ്പം തന്നെ അവിടുത്തെ സ്വന്തം നാട്ടുകാരും അന്ന് അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നതുകൊണ്ട് എടുത്തൊരു തീരുമാനമായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ വടകര നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ശൈലജ ടീച്ചറെ ഒരു പക്ഷേ കേന്ദ്രത്തിലേക്ക് വിടാതെ കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിലൊരു മന്ത്രിയായി വീണ്ടും ചിത്രീകരണങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവർ വടകരയും ഉണ്ട്. അപ്പോൾ അവർ ആർക്ക് വോട്ട് ചെയ്യും? ശൈലജ ടീച്ചർക്ക് വോട്ട് ചെയ്യുമോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വോട്ട് ചെയ്യുന്നുള്ളൊരു ചർച്ച ഒരു വലിയ രീതിയിലാണ്. ടീച്ചറെ പാർലമെന്റിലേക്ക് അയക്കുന്നത് തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താനാണ് എന്ന രീതിയിലും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതെ, അതാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പം ടീച്ചറെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, പക്ഷേ ടീച്ചർ ഇവിടെ വേണം, കേരളത്തിൽ വേണം എന്ന് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ആ തെരഞ്ഞെടുപ്പ് ഫലം എന്നതും ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. പാർട്ടി വോട്ടുകൾ തന്നെ ഒരുപക്ഷെ സ്പ്ലിറ്റായി പോകാൻ ഒരുപക്ഷെ സാധ്യതയുണ്ട്. കോഴിക്കോട് സംഭവിച്ച പോലെ ഒരുപക്ഷെ സംഭവിക്കുമോ ഇല്ലയോ എന്നൊരു ആശങ്ക എനിക്ക് തോന്നുന്നു പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടാവും. പിന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ രജീഷ് സൂചിപ്പിച്ച പോലെ തന്നെ കെ മുരളീധരൻ മാറി
ഷാഫി പറമ്പിൽ വരുമ്പോൾ യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനം അവിടെ ഉണ്ടാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ വടകര മേഖലയിലും അല്ലെങ്കിൽ ആ കുറ്റ്യാടി വടകര പ്രദേശത്തുള്ള ഈ മുസ്ലിം വോട്ടുകളൊക്കെ ഷാഫി പറമ്പിലേക്ക് കേന്ദ്രീകരിക്കാൻ ഒരു പക്ഷേ ഇത്തവണ UDF-ന് കൂടുതൽ സാധിക്കാനാണ് സാധ്യത ഉള്ളത്. അത് ഒരു പക്ഷേ തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യാനും UDF-ന് അനുകൂലമാകാനൊരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു എതിരാളി അവിടെ വരുമ്പോൾ ഒരു സീനിയർ നേതാവും അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിലും തമ്മിൽ അവിടെ ഏറ്റുമുട്ടുമ്പോൾ പാർട്ടി വോട്ടുകൾ അല്ലെങ്കിൽ CPM-ൻ്റെ വോട്ടുകൾ കൃത്യമായി ഇത്തവണ ശൈലജ ടീച്ചർക്ക് വീഴാനാണ് സാധ്യത. പക്ഷേ നിഷ്പക്ഷ വോട്ടുകൾ അല്ലെങ്കിൽ രണ്ടിലും പെടാതിരിക്കുന്ന വോട്ടുകൾ ആർക്ക് വീഴും? അതപ്പോൾ തന്നെ NDA വോട്ടുകൾ അത് വലിയ രീതിയിൽ ഇല്ലെങ്കിൽ കൂടിയും കൃത്യമായി തന്നെ UDF സ്ഥാനാർത്ഥിക്ക് അല്ല BJP NDA സ്ഥാനാർത്ഥിക്ക് പ്രഫുൽ കൃഷ്ണയ്ക്ക് തന്നെ വീഴുമോ അല്ലെങ്കിൽ അതും മറയാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. പക്ഷേ എന്തായാലും വാശിയേറിയ പോരാട്ടം അവിടെ നടക്കുകയാണ്. ഇടതുമുന്നണിയും അതോടൊപ്പം തന്നെ UDF-ഉം തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നത്. പാനൂർ വിഷയവും ഒക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഗ്രാമപ്രദേശങ്ങളിലും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടാണ് ഇരു കൂട്ടരും അവിടെ വോട്ട് തേടുന്നത്. എന്തായാലും പ്രവചനാതീതമായ ഒരു മത്സരത്തിന് തന്നെയാണ് വടകര വേദിയായിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് CPM-ന് ഇടുത്തിയായി പാനൂരിൽ ഇങ്ങനെ ഒരു സ്ഫോടനം കൂടി നടക്കുന്നത്. അത് ഏത് രീതിയിൽ വടകരയുടെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുമെന്നും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും ഇന്നത്തെ വോട്ടുകാര്യം ഇവിടെ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.